മാർച്ചിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, NP രാധാകൃഷ്ണൻ, മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തെ ആകെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിലെ യുവതലമുറയെ ആകെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായൊരു തോതിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയ. ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലും റെഗുലർ കോളേജുകളിലും മാത്രമല്ല, ഇവിടുത്തെ സാധാരണ UP സ്കൂളിന്റെ പഠിക്കൽ പോലും MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള രാസലഹരികൾ സുലഭം എല്ലാ സമയത്തും ലഭിക്കുന്നു. വിദ്യാലയങ്ങൾ സംഘർഷഭരിതമാകുന്നു. കോളേജ് ഹോസ്റ്റലുകളിൽ വ്യാപകമായ തോതിൽ ലഹരി ഉപയോഗിച്ച് സംഘർഷങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുന്നു. ലഹരിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള കൊലപാതക പരമ്പരകൾ, സ്വന്തം വീട്ടിലടക്കം 4 പേരെയോ 5 പേരെയും കൊല്ലാൻ കഴിയുന്ന തരത്തിൽ ലഹരിയുടെ സ്വാധീനം സമസ്ത മേഖലകളിലും വർദ്ധിച്ചിരിക്കുക. 4 ആൾ കൂടുന്നിടത്തെല്ലാം യഥേഷ്ടം ലഹരി കച്ചവടം നടക്കുന്നു. തെരുവുകളിലും ഉത്സവപ്പറമ്പിലും വിദ്യാലയങ്ങളിലും സിനിമാ ലൊക്കേഷനുകളിലും അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും മാരകമായിട്ടുള്ള ലഹരി കച്ചവടങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. പിടിക്കുന്നതെല്ലാം കരിയർമാരെ മാത്രമാണ്. ഈ MDMA ഉൾപ്പെടെയുള്ള മാരകമായ രാസലഹരികൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ചെറിയ മീനുകളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ഒരിടത്തും ഇന്നുവരെ രാസലഹരികൾ ഉൾപ്പെടെയുള്ള മാരകമായ ലഹരികൾക്ക് ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 5 ഗ്രാം 10 ഗ്രാം MDMA കൊണ്ടുപോകുന്ന ആൾക്കാർ, 50 ഗ്രാം കഞ്ചാവ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അവരെ മാത്രമാണ് പിടിക്കുന്നത്. ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനം, പോലീസിലും സർക്കാർ സർവീസിലുമുള്ള വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ളവരാണ് ഇതിന് പിന്നിലുള്ളത്. ഒരർത്ഥത്തിൽ നാടിനെ ആകെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മതഭീകരവാദ ശക്തികളുടെ അടക്കം പിന്തുണ ഈ ലഹരി കച്ചവടത്തിനുണ്ട്. അറസ്റ്റ് ചെയ്യുന്നവരുടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പലരും നിരോധിതമായിട്ടുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പലരും നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇവരെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല, ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല. പരൽ മീനുകളെ മാത്രം പിടിച്ച് വമ്പൻ സ്രാവുകളെ രക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കുത്തഴിഞ്ഞ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കർശനമായ നടപടികളില്ല. ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ പ്രോസിക്യൂഷൻ നടപടികളില്ല. ലഹരി കേസിൽ പിടിച്ചാൽ പോലും 1-2 ആഴ്ച ജയിലിൽ കിടന്നവർ രക്ഷപ്പെടും. പിന്നീട് കോടതിയിലെത്തിയാൽ തെളിവുണ്ടാവില്ല. ലഹരി എവിടുന്ന് വന്നു, ആര് കൈവശം വെച്ചു, ആരാണ് വിതരണം ചെയ്യുന്നത്, തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. പോലീസ് സ്റ്റേഷൻ മുതൽ കോടതി മുറികൾ വരെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അവരെ ഒന്നും തൊടാതെ സർക്കാർ കോടിക്കണക്കിന് രൂപ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട്. വെള്ളത്തിൽ വരച്ച വരകളായിട്ട് മാറുകയാണ്. കർശനമായ നടപടികളില്ല, ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ആർജവമില്ല. ഇതിന് നേതൃത്വം നൽകുന്നവരെ നിയമത്തിന്റെ വലയിൽ കൊണ്ടുവരാനുള്ള താല്പര്യം സർക്കാരിനില്ല. ഇന്ന് ബംഗളൂരു നഗരം പോലെ, മുംബൈ നഗരം പോലെ, കൊച്ചി നഗരവും കോഴിക്കോട്ടും തിരുവനന്തപുരവും എല്ലാം ലഹരി മാഫിയയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള
ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിലും മുംബൈയിലുമെല്ലാം കർശനമായ നടപടികൾ ഉണ്ടാവുമ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഉൾപ്പെടെ ഒരു സ്ഥലത്തും ഒരു നടപടിയുമില്ല. ലഹരി പാർട്ടികൾ ഓരോ കൊല്ലവും ന്യൂ ഇയറിനോടനുബന്ധിച്ചും അല്ലാതെയുമെല്ലാം റിപ്പോർട്ട് ചെയ്ത എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ തേച്ചുമാറ്റി കളഞ്ഞു. കൊച്ചി നഗരത്തിൽ മാത്രം ഒരു 15 ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ച കേസ് ഈ പിണറായി വിജയന്റെ സർക്കാർ തേച്ചുമാറ്റി കളഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ലഹരി പാർട്ടികൾ നടത്താൻ യഥേഷ്ടം അവർക്ക് സൗകര്യം ലഭിക്കുന്നു. ഈ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായതിനു ശേഷം ഇവിടുത്തെ റിസോർട്ടുകൾ പലതും കേന്ദ്രീകരിച്ചു ടൂറിസത്തിന് വ്യാപിക്കുന്നു എന്നുള്ളതിന് മറവിൽ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടപടികളോ ചർച്ച ഒന്നുമില്ല. ഊണ് പോലെയാണ് ഇവിടെ പലതരത്തിലുള്ള മസാജ് സെന്ററുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു അന്വേഷണവുമില്ല. നഗരം മുഴുവൻ മസാജ് പാർലറുകളുടെ പേരിൽ അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള ലഹരി കച്ചവടം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടൂറിസം വ്യാപിക്കുകയാണെന്നാണ് പറയുന്നത്. ടൂറിസം വ്യാപിപ്പിക്കുന്നതിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നു. ഒരു അന്വേഷണവും നടപടിയുമില്ല. പോലീസിന്റെ സംവിധാനങ്ങൾ തകർന്നിരിക്കാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറാവേണ്ട സമയമാണ്. നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതിന് മുന്നിട്ടിറങ്ങേണ്ട സമയമാണ്. അതിന് ആവശ്യമായ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നൈറ്റ് മാർച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഔപചാരികമായി ഈ നൈറ്റ് മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.